മണർകാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പള്ളിപ്പാന ഏപ്രിൽ 29 മുതൽ മെയ് 10 വരെ നടക്കും. അമംഗളങ്ങൾ അകറ്റി ചൈതന്യവർദ്ധനവിനും സർവ്വദോഷ പരിഹാരത്തിനുമായാണ് പള്ളിപ്പാന മഹാകർമ്മം നടക്കുന്നത്. കാപ്പുകെട്ട്, കുഴിബലി, പട്ടടബലി, നിണബലി, പഞ്ചഭൂതബലി, ആഴിബലി, പാനയടി തുടങ്ങിയ വിവിധ ചടങ്ങുകളാണ് പള്ളിപ്പാനയുടെ ഭാഗമായി നടക്കുക. പാനപ്പാട്ട് പാടി ദേവിയെ ഉണർത്തുകയും ചൈതന്യമൂർത്തിയാക്കുകയും ചെയ്യുന്നത് വേലൻ സമുദായക്കാരാണ്. കർമ്മങ്ങൾ ചെയ്യുന്ന വേലന്മാരെ കൂത്താടുകളെന്നും വിദൂഷക സ്ഥാനം വഹിക്കുന്നവരെ പൊറനാടുകളെന്നുമാണ് വിളിക്കുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് മണർകാട് ക്ഷേത്രത്തിൽ പള്ളിപ്പാന മഹാകർമ്മം നടക്കുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി മോഹനേന്ദ്രൻ നായർ പറഞ്ഞു. ഏപ്രിൽ 29 മുതൽ മെയ് 10 വരെ പള്ളിപ്പാന മഹാകർമ്മം നടക്കുകയാണ്. ക്ഷേത്രത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷമാണ് പള്ളിപ്പാന മഹാകർമ്മം നടക്കുന്നത്. 12 ദിവസമായി നടക്കുന്ന ഈ കർമ്മങ്ങളിൽ 18 പ്രധാന കർമ്മങ്ങളാണ് നടക്കുന്നത്. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ആണ് ഈ പള്ളിപ്പാന ആദ്യമായിട്ട് നടത്തിയത്. പാലാഴി മദന സമയത്ത് ശ്രീ മഹാവിഷ്ണുവിനുണ്ടായ മോഹ ആലസ്യങ്ങൾ നീക്കുവാനായി ശ്രീ പരമേശ്വരൻ വേലനായും ശ്രീ പാർവതി വേലത്തിയായും വന്ന് നിന്ന് നടത്തിയ കർമ്മങ്ങളാണ് ഈ പള്ളിപ്പാനയുടെ 18 കർമ്മങ്ങൾ. വിവിധ തരത്തിലുള്ള വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ഈ പള്ളിപ്പാനയോടനുബന്ധിച്ച് നടക്കുകയാണ്. ഏപ്രിൽ 29 രാവിലെ 8:20 8:50 മധ്യേ കാപ്പുകെട്ട് ചടങ്ങോടെയാണ് പള്ളിപ്പാനയ്ക്ക് തുടക്കമാവുക. തുടർന്ന് പഞ്ചാലങ്കാര പൂജ, പറകൊട്ടിപ്പാട്ട് എന്നിവ നടക്കും. മഹാഭാരത കഥയിലെ ഭാഗങ്ങളാണ് പറകൊട്ടിപ്പാടി ഓതി ഒഴിച്ച് ദുരിതശമനം ഉണ്ടാക്കുന്നത്. രാത്രി 8:30 ഇടുപണബലി, തുടർന്ന് രക്ഷാകലശ പൂജ എന്നിവ നടക്കും. ഏപ്രിൽ 30 രാവിലെ പറകൊട്ടിപ്പാട്ട്, രാത്രി 8 കുഴിബലി എന്നിവ നടക്കും. മെയ് 9 പ്രധാന വഴിപാടായ പാനയടി നടക്കും. മെയ് 10 കൂമ്പുബലി, പുറകളത്തിൽ ഗുരുതി എന്നിവയോടാണ് പള്ളിപ്പാന മഹാകർമ്മം സമാപിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റ് TN ശ്രീകുമാര ശർമ്മ, സെക്രട്ടറി മോഹനേന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് PR രാമൻ നായർ, ജോയിന്റ് സെക്രട്ടറി P അനിൽകുമാർ, ട്രഷറർ KK വിജയകുമാരൻ നായർ, ജനറൽ കൺവീനർ OK മണിക്കൂട്ടൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പള്ളിപ്പാനയുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്.